ഹലോ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിൽ ഉത്തരങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തന്നെ ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കണം. നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ അതിൻ്റെ വരുന്ന മെത്തേഡ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അപ്പോൾ നോക്കാം. 22, 23 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. എനി 6 അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഔട്ട് ഓഫ് 8 ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന 6 ചെയ്താൽ മതി. ഇത് എക്സാമിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. വെറുതെ 8 എഴുതി വെച്ചതുകൊണ്ട് മാർക്കൊന്നും കിട്ടില്ല. നന്നായിട്ട് അറിയുന്നത് 6 മാത്രം കൃത്യമായി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ആൻസർ പേപ്പർ ഉണ്ടാവണം. ആൻസർ പേപ്പർ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവണം. മാർക്ക് കൊടുക്കാൻ തോന്നണം. അല്ലാതെ വെറുതെ അവിടെ ഇവിടെ കുത്തി വരഞ്ഞിട്ട് നാശകോശാക്കിയിട്ടുള്ള പേപ്പർ വാല്യൂ ചെയ്യത്തില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവാണ്. ആൻസർ പേപ്പർ നമ്മൾ ഉത്തരം പ്രതിഫലിപ്പിക്കുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിനെ പറ്റി ആദ്യം പറയാം. ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ഡയഗ്രാം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും നല്ല ചാപ്റ്ററാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിലുള്ള എല്ലാ ആംഗിൾസും ഡിഫറെൻറ്റ് ആംഗിൾസ് നമ്മുടെ ചാർട്ടിലടക്കം എഴുതി നമ്മൾ പഠിച്ചതാണ്. ആംഗിൾസും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കണം. ലീനിയർ പെയേഴ്സ് ഓർമ്മയുണ്ടല്ലോ. ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണമെന്ന്. ടോട്ടൽ ഒരു പോയിന്റ് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കണം. ലീനിയർ പെയർ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അറിയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ എന്നൊക്കെ പഠിച്ചതാണ്. ഞാൻ വീണ്ടും അത് പറയുന്നില്ല. കൃത്യമായിട്ട് ആ ചാപ്റ്റർ പഠിക്കുക. ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇവിടെ ചോദിച്ച ചോദ്യം ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ആൻ ആംഗിൾ വിച്ച് ഈസ് എ ലീനിയർ പെയർ വിത്ത് ആംഗിൾ എ പി ഇ. എ പി യുമായിട്ടുള്ള ലീനിയർ പെയർ ആരാണ്? എ പി ആരാ? എ പി ഇ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ലീനിയർ പെയർ ആരാ? നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ ലീനിയർ പെയർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഓഫ് കോഴ്സ് ഇതിൻ്റെ ലീനിയർ പെയർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഇത് ഇവിടെയുള്ള ഈ ആംഗിളായിരിക്കും. ഇതായിരിക്കും ലീനിയർ പെയർ. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 130 ആയിരിക്കും. കാരണം 130ഉം 50ഉം കൂടി കൂട്ടിയാലല്ലേ 180 നമുക്ക് കിട്ടുക. എത്ര സിമ്പിളായിട്ട് ചോദ്യമാണ് നോക്കിയേ. ഇതുപോലൊന്നും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണ്ട. അതൊന്നും പ്രതീക്ഷിച്ചിട്ട് വരണ്ട. ഓക്കെ, അടുത്തത് ഈ എ പി ഇ ഈസ് 50. അതാ തന്നിട്ടുണ്ടല്ലോ. ആർ ക്യു ഡി എടുത്തു. ആർ ക്യു ഡി ഈ 60 അതും തന്നിട്ടുണ്ട്. Then find the measure of RPQ. RPQയുടെ മെഷർമെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. RPQ എന്ന് പറയുന്ന ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. RPQ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഞാൻ പറഞ്ഞു ഈ 50 എന്ന് പറയുന്നതും ഈ ആംഗിൾ എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് ആംഗിളാണല്ലോ. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് 50 തന്നെ ആയിരിക്കണ്ടേ? 50 തന്നെ ആയിരിക്കണ്ടേ? ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കണം? 50 തന്നെ ആയിരിക്കണം. അതാണല്ലോ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തോളുക. ആൻഡ് ARQ കൂടി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ARQ എവിടെ? ARQ അത് ഈ ആംഗിളല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. നമുക്ക് ഏതൊക്കെയാണ് ഗിവൺ ആംഗിൾസ് ഉള്ളതെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക. ഇവിടെയുള്ള ഈ ആംഗിളും ഇവിടെയുള്ള ആംഗിളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും എന്തായിരിക്കും? അതായത് ഇപ്പോൾ 2 പാരലൽ ലൈൻസ് ഇങ്ങനെ കടന്നു പോകുന്നു. ഇവിടെ ഒരു സ്ലാൻഡർ ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റ് പോലെ വരുന്ന ആംഗിൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി എന്താ പറയുന്നത്? ഇൻ ട്രയാങ്കിൾ PQR. ആ ചോദ്യം ശരിക്കും പ്രെഡിക്റ്റഡാ. കാരണം ഈ ആംഗിളും കണ്ടുപിടിച്ചു. ഒബ്വിയസ്ലി അടുത്ത് ചോദിക്കാൻ സാധ്യത ഈ ആംഗിൾ എത്രയായിരിക്കും എന്നല്ലേ? ഇൻ ട്രയാങ്കിൾ PQR ഫൈൻഡ് ദ ആംഗിൾ Q. ഈ ആംഗിൾ Q കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ 50ഉം 60ഉം കൂടി കൂട്ടുക. അതിൻ്റെ അകത്തുനിന്ന്
180 നിന്ന് 2 കൂടി കുറക്കുക, 50 60 കൂടി കൂട്ടുക 110. അപ്പോൾ കുറച്ചിട്ട് ആൻസർ എഴുതിക്കോളൂ. നല്ല ചോദ്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പഠിച്ച മാർക്ക് പാരലൽ ലൈൻസിൽ ഉറപ്പാണ്. അപ്പോൾ ആ പാഠം കൃത്യമായിട്ട് പഠിച്ച എല്ലാ പാരലൽ ലൈൻസിൻ്റെ ക്വസ്റ്റ്യൻസും നോട്ടിൽ ചെയ്ത ഡയഗ്രാംസും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ വരാറുള്ളൂ. ഗൂഗിളിൽ വെറുതെ പാരലൽ ലൈൻസ് പ്രോബ്ലംസ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ഫിഗർ കിട്ടും. ആ ഫിഗർ വെച്ച് ഫിഗർ അനലൈസ് ചെയ്യുന്നതിലാണ് പാരലൽ ലൈൻസിൻ്റെ മാർക്ക്. മനസ്സിലായില്ലേ? നമ്മൾ എന്തെങ്കിലും പഠിച്ചു പോകുന്നതിലെല്ലാം ഫിഗർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. ഏതൊക്കെയാണ് പാരലൽ ലൈൻസ്, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച ആംഗിൾസ്, ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഗോപു ആൻഡ് ബാബു വിസിറ്റഡ് എ ബുക്ക് ഫെയർ. ഒരു ബുക്ക് ഫെയറിന് പോയി. ഞാൻ ഇത്തവണ പോയിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രം. മാതൃഭൂമിയുടെ ബുക്ക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ ഫെസ്റ്റ്. പോകണം കേട്ടോ. വലുതായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ബുക്ക് ഫെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ കാണാൻ പറ്റും, അവരുടെ ബുക്കുകൾ വായിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ചോദ്യത്തിലോട്ട് വരാം. ഗോപു ആൻഡ് ബാബു വിസിറ്റഡ് ബുക്ക് ഫെയർ. അവർ ബുക്ക് ഫെയറിന് പോയി. ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, 30% ഡിസ്കൗണ്ട്, അപ് ടു 5000 രൂപ വരെ എന്നാണ്. അപ് ടു എന്ന് വെച്ചാൽ 5000 രൂപ വരെ 30% ഡിസ്കൗണ്ട് കൊടുക്കും. അപ് ടു 5000 ആണ്. 40% ഡിസ്കൗണ്ട് എബോവ് 5000. 5000 മുകളിൽ വാങ്ങിച്ചാൽ 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് 5000 താഴെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ എനിക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടുക? 30% കിട്ടുള്ളൂ. കാരണം 5000 വരെയാണ് 30% ഡിസ്കൗണ്ട്. പക്ഷേ ഞാൻ 5040 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 40% ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ 5600 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ എത്ര കിട്ടും? 40 കിട്ടും. കാരണം 5000 വരെ 30% ഡിസ്കൗണ്ടും 5000 കൂടുതലാണെങ്കിൽ 40% ഡിസ്കൗണ്ടുമാണ്. അപ്പോൾ ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചോദ്യം കൊണ്ടെന്താ പഠിക്കേണ്ടത്? ഈ ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ പ്രോഫിറ്റ്, ലോസ്, കോസ്റ്റ് പ്രൈസ് കാണുന്ന രീതി, 100 താഴെ ഇട്ടിട്ട് നമ്മളെ സെല്ലിംഗ് പ്രൈസ്, അതേപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് കാണുന്ന രീതി എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ചോദ്യത്തിലേക്ക് കിടക്കാം. ഗോപു ബോട്ട് ബുക്സ് ഫോർ 5200. 5200 രൂപയ്ക്കാണ് ഗോപു വാങ്ങിച്ചത്. ബാബു ബോട്ട് ഫോർ 4500. 4500 രൂപയ്ക്കാണ്. ഹൗ മച്ച് മണി ഷുഡ് ഈച്ച് ഓഫ് ദം പേ? ഓരോരുത്തരും എത്ര രൂപ കൊടുക്കണമെന്നാണ്. നോക്കൂ, എന്ത് മനോഹരമായ ചോദ്യമാണ്. ഗോപു 5200 രൂപയ്ക്കല്ലേ വാങ്ങിച്ചത്? ഗോപു 5200 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 5200 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 5200-നേക്കാൾ കൂടുതലല്ലേ? 5200-നേക്കാൾ കൂടുതൽ എന്ന് വെച്ചാൽ നോക്കുക, എബോവ് 5000, 40% ഡിസ്കൗണ്ട്. അപ്പോൾ 5200-ൻ്റെ 40% കണ്ടുപിടിക്കണം. 0 0 പോയി 0 0 പോയി 4 2 8. പിന്നെയോ 4 20, ഒരു 0 ബാക്കിയുണ്ട്. 0 ബാക്കിയുണ്ട്. 2080 ശരിയാണോ നോക്കണേ, ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ 5200-ൽ നിന്ന് ഈ പറയുന്ന 2080 നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ടായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബാക്കി എത്രയാണ് വരിക എന്നുള്ളത് കണ്ടുപിടിച്ച് നോക്കിയാൽ ശരിയല്ലേ? 4 2 8 4 20, പിന്നെ ഒരു 0 കൂടി ബാക്കി. അപ്പോൾ ബാക്കി മൈനസ് ചെയ്തിട്ടുള്ള പൈസ 5200-ൽ നിന്ന് ഈ തുക മൈനസ് ചെയ്തിട്ടുള്ള പൈസ മാത്രം ആര് കൊടുത്താൽ മതി? ഗോപു കൊടുത്താൽ മതി. കാരണം 5200-ന് വാങ്ങിച്ചല്ലോ. ഇനി അടുത്ത ആരാണ് പറയുന്നത്? നോക്കി നിങ്ങൾ. നമ്മുടെ ബാബു വാങ്ങിച്ചത് 4500 രൂപയ്ക്കാണ്. 4500 രൂപ എന്ന് വെച്ചാൽ 4500 രൂപ എന്ന് വെച്ചാൽ 5000-ൽ കുറവല്ലേ? 5000-ൽ കുറവാണെങ്കിൽ 30% അല്ലേ ഡിസ്കൗണ്ട് ഉള്ളൂ. അപ്പോൾ 4500-ൻ്റെ 30% കണ്ടുപിടിക്കണം. എത്രയാ? 0 0 ക്യാൻസലായി, 0 0 ക്യാൻസലായി. 5 3 15, 5 ഇടുക, ബാക്കി 1 ബാലൻസ്. 4 3 12, 1 13, ഒരു 0 ബാക്കിയില്ലേ? 1350 കുറച്ച് രൂപ കിട്ടും. അപ്പോൾ 4500-ൽ നിന്ന് 1350 രൂപ കുറച്ചിട്ട് മാത്രമേ ആര് കൊടുക്കേണ്ടുള്ളൂ? ബാബു കൊടുക്കേണ്ടതുള്ളൂ. ഗോപു ആണെങ്കിലോ 5200-ൻ്റെ 40% കുറച്ച് കൊടുത്താൽ മതി. അതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. അപ്പോൾ അത് രണ്ടും പരിപാടിയായി. അതിൻ്റെ മാർക്ക് കിട്ടി. 2 മാർക്കാർ 2 മാർക്ക് കിട്ടി. 3 മാർക്കായിരിക്കും. എയും ബിയും മാത്രമേ ഉള്ളൂ. മാർക്ക് എത്ര ആവട്ടെ കൃത്യമായിട്ട് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഇഫ് ദേ ബോട്ട് ബുക്സ് ടുഗദർ, രണ്ടാളും കൂടി ഒരുമിച്ച് ബുക്ക് വാങ്ങിച്ചു, ദെൻ ഹൗ മച്ച് മണി വുഡ് ദേ ഹാവ് ടു പേ? അങ്ങനെയാണെങ്കിൽ അവർ എത്ര രൂപ കൊടുക്കണം? ഇപ്പം ബാബുവും ഗോപുവും വേറെ വേറെയാണ് വാങ്ങിച്ചത്. ഇത് രണ്ടാളും കൂടി ഒരുമിച്ച് ബുക്ക് വാങ്ങിച്ചാൽ അവർ എത്ര രൂപ കൊടുക്കണമെന്നാണ് ചോദ്യം. മനസ്സിലാക്കണം. അവർ എത്ര രൂപ കൊടുക്കണമെന്നാണ് ചോദ്യം.
അപ്പോൾ രണ്ടാളും കൂടി വാങ്ങിച്ചാൽ നോക്കിയാൽ ഗോപു എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ച മക്കളെ? ഗോപു 5200 രൂപയ്ക്കല്ലേ ബുക്ക് വാങ്ങിച്ചത്. ബാബു ചേട്ടൻ 4500 രൂപയ്ക്കല്ലേ ബുക്ക് വാങ്ങിച്ചത്. 4500 രൂപയ്ക്കല്ലേ ബുക്ക് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ 0 0 5 2 7 5 4 9 9700 രൂപയ്ക്കാണ് ടോട്ടൽ ബുക്ക്. അപ്പോൾ 9700 എന്ന് പറയുന്നത് എബോവ് 5000 അല്ലേ, 5000 രൂപയ്ക്ക് മുകളിലല്ലേ. അപ്പോൾ 5000 രൂപയ്ക്ക് മുകളിലാണ് എങ്കിൽ 40% ഡിസ്കൗണ്ട് ഇല്ലേ. ഏതിൻ്റെ 40%? 9700ൻ്റെ 40% കുറച്ചിട്ട് കൊടുത്താൽ പോരെ രണ്ടാൾക്കും കൂടി. എന്താണ് പരിപാടി? ലാഭമല്ലേ. അപ്പോൾ 9700 നിങ്ങൾ കണ്ടുപിടിക്കുക. 9700 ഇപ്പോൾ അതും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ പിന്നെ നിങ്ങൾ കാണില്ല. അപ്പോൾ നോക്കുക, 9700ൻ്റെ 40% കണ്ടുപിടിക്കുക. 40% കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരം 9700 നിന്ന് കുറക്കുക. എന്നിട്ട് വരുന്ന എമൗണ്ട് ഇല്ലേ, രണ്ടുപേരും കൂടി പാതി എടുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാണ് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വായിക്കുക. ആ പാഠഭാഗം നല്ല പാഠഭാഗമാണ്, പക്ഷേ കുറച്ച് ടഫാണ്. കുറച്ചൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, കാര്യങ്ങൾ, ഡിസ്കൗണ്ട് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട PNR/100 ഒന്നും മറന്നു പോകരുത്. കൃത്യമായിട്ട് പഠിച്ച് അതിശക്തമായിട്ട് മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ടേക്ക് നമുക്ക് കടക്കാം. ആക്ടിവിറ്റി 3 എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. കാരണം നമുക്ക് ഏത് ഭാഗത്താണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതൊന്നും ഒരു പ്രഡിക്ഷൻ ഇല്ല. എങ്ങനെ വേണമെങ്കിലും ചോദ്യം വന്നിട്ട് കുഴപ്പിക്കാം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസൊക്കെ ടഫായിട്ട് കണ്ടു പ്രീവിയസ് ഇയറൊക്കെ നോക്കുമ്പോൾ. ആക്ടിവിറ്റി 3 കാർഡ് ഗെയിം ആണ്. ഇൻ മാത്സ് ക്ലാസ് ദ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് സം കാർഡ്സ് ഗിവൺ പാർട്ട്. അത് ഞാൻ വായിക്കത്തില്ല. കുറേ കാർഡ്സ് കൊടുത്തിട്ടുണ്ട്, കുറേ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കാണാൻ പറഞ്ഞ് നോക്കാം. അമൽ 15 - 18 15 - 18 നിങ്ങൾക്കറിയാലോ. ഷാൻ -8 + 15. ജോയൽ -5 - 20. ജോയലിന് ഓർമ്മയുണ്ട്. എൻ്റെ ക്ലാസ്സിലൊരു ജോയലുണ്ട്, 5Bയിൽ ജോയൽ. ഓക്കെ, സില്ല അറേഞ്ച് ദ ആൻസർ ഇൻ ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ കൂടി വരുമല്ലോ. എനിക്കത് അപ്പം കൺഫ്യൂഷൻ. അസെൻഡിങ് ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് വരുത്തും, അസെൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടി വരുത്തുമല്ലേ. അപ്പോൾ ഏറ്റവും കുറഞ്ഞതിന് ആദ്യം തരണം. അതിന് മുന്നേ ഈ ഉത്തരങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു തരൂല മോനെ. അത് വിചാരിച്ചായിരുന്നു വീഡിയോ കണ്ട. നെഗറ്റീവ് നമ്പേഴ്സ് ഞാൻ ആൻസർ പറഞ്ഞു തരില്ല. കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയ ചാപ്റ്ററാണ്. ഓരോ ചാപ്റ്ററും 2 സംഖ്യകൾ വ്യത്യസ്ത നമ്പേഴ്സ് ആണെങ്കിൽ, വ്യത്യസ്ത നമ്പേഴ്സും വ്യത്യസ്ത ചിഹ്നവുമാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരേ നമ്പേഴ്സും വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ ആൻസർ 0 ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാണ്. അങ്ങനെ തന്നെ പഠിക്കുക, ഉത്തരം കണ്ടുപിടിച്ചോളുക. അതിനെ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക, പിന്നെ അതിൽ വലുതെഴുതുക, പിന്നെ വലുതെഴുതുക, പിന്നെ വലുതെഴുതുക, പിന്നെ വലുതെഴുതുക. ഇത് നല്ല രസമുണ്ടല്ലോ. നമ്മളെ കല്ലടുക്കി വെക്കൂലേ നമ്മൾ, അതേപോലെ ആയല്ലേ. ഓക്കെ, തമാശ പറയാനുള്ള സമയമല്ല മാഷേ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചേ. എനിക്കറിയാം. അപ്പോൾ ഓക്കെ, പരിപാടി അത് ചെയ്തോളുക. അസെൻഡിങ് ഓർഡറിൽ എഴുതിക്കോളുക. ആക്ടിവിറ്റി 4 നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ABC വിത്ത് മെഷർമെൻറ്റ് AB 7 cm, കോൺ A 70, കോൺ B 60. ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് C. ഞാൻ പറയണ്ടല്ലോ. ആദ്യം AB വരക്കുന്നു, AB മാർക്ക് ചെയ്യുന്നു. എയിൽ നിന്ന് പ്രൊട്രാക്ടറിൽ 70 നീട്ടി വരക്കുന്നു. ബിയിൽ നിന്ന് 60 ഡിഗ്രി എടുത്ത് നീട്ടി വരക്കുന്നു. ഇത് 70, ഇത് 60. എന്നിട്ടോ ബാക്കിയുള്ള കൂട്ടിമുട്ടുന്ന ഭാഗത്ത് പോയിൻ്റ് മാർക്ക് ചെയ്ത് ബാക്കി മയച്ച് കളയുന്നു. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഡ്രോയിങ് എ ട്രയാങ്കിളിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് കോൺ C കണ്ടുപിടിക്കാൻ. അത് അളന്ന് കണ്ടുപിടിച്ചോളുക. അളന്ന് കണ്ടുപിടിച്ചാൽ എങ്ങനെ കിട്ടണം? ഈ 70 + 60 അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കോൺ C അതെന്തോ ആവട്ടെ, എക്സ് ആണെങ്കിൽ എക്സ്, അതും കൂടി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. കാരണം ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ആണല്ലോ. 180 ആണല്ലോ, പഠിച്ചിട്ടില്ലേ? അത് പഠിച്ചോളാം. ഓക്കെ, അത് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷനായിരിക്കും. ഒരു ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ആ ചാപ്റ്റർ അങ്ങോട്ട് മൊത്തം പഠിക്കുക. വേറെ വഴിയൊന്നുമില്ല, മൊത്തം പഠിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അതല്ലേ അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ മെനി ടൈൽസ് നോക്കാം. നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് ചോദിച്ച ചോദ്യമാണ്. ചില നമ്പേഴ്സൊക്കെ കാണുമ്പോഴേ നമുക്കറിയാമല്ലോ, ഇപ്പോൾ 15ൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ 25ൻ്റെ ആണെങ്കിലും നമ്മൾ അങ്ങനെ പഠിച്ച് വെച്ചേക്കണം.
In a yard, 256 squares tiles are arranged in equal number of rows and columns. Equal number of rows and columns എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലായിക്കോളാം അത് സ്ക്വയർ റൂട്ട് കാണാനുള്ള പരിപാടിയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 625 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൗ മെനി ടൈൽസ് ആർ ദർ ഇൻ എ റോ എന്ന് പറയുന്നതിൻ്റെ ആൻസർ കിട്ടും. കാരണം ഇപ്പോൾ ഈ സ്ക്വയറിൻ്റെ 256 കിട്ടണമെങ്കിൽ 256 ടൈൽസ് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 256 എന്നല്ലേ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഏരിയ പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താ. സ്ക്വയർ ആയതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആവണം. അതായത് 256ൻ്റെ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എളുപ്പ വഴികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തോളാം. If one more row and column of such tiles are added for an extension of yard, what would be the number of newly added tiles? അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയാലോ ഇതിന് ആൻസർ നമുക്ക് കിട്ടുമല്ലോ. നിങ്ങൾ നോക്കുക, ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? 16 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ 16 ടൈൽസ് ഉണ്ട്, കുത്തനെയും 16 ടൈൽസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അതിൽ വൺ മോർ റോ ആൻഡ് കോളംസ് ഓഫ് സച്ച് ടൈൽസ് ആർ ആഡഡ് ഫോർ ആൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ യാർഡ്, വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ന്യൂലി ആഡഡ് ടൈൽസ്? പുതിയ എത്ര ടൈൽസ് വേണ്ടി വരും? വൺ മോർ റോ, ഒരു റോ അങ്ങനെ തന്നെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഒരു റോയിൽ ഇപ്പോൾ എത്ര ഉള്ളത്? 16 ആഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താ പറയുക, റോയും ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്, കോളം ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്, രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റോയും കോളവും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ എത്ര ടൈൽസ് കൂടാനായിരിക്കും സാധ്യത? ഇത് നോക്കുക, വൺ മോർ റോസ് ആൻഡ് കോളംസ് ആർ ആഡഡ്. ഒരു റോയും ഒരു കോളവും കൂടി ആഡ് ചെയ്ത് അപ്പോൾ 16 എത്രയായിട്ട് മാറി? 17 റോ ആയിട്ട് മാറി, 17 കോളമായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ന്യൂലി ആഡഡ്, നമ്പർ ഓഫ് ന്യൂലി ആഡഡ് ടൈൽസ് ആണ് ചോദിച്ചത്. എത്ര ടൈൽസ് അധികം വന്നിട്ടുണ്ടാകും? കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇപ്പോൾ 16ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 286 ആണ്. 17ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 17ൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ 286 കുറച്ചാൽ പോരെ. അപ്പോൾ എത്ര ടൈൽസ് അധികമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കുക, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് ഇൻ ദ യാർഡ് നൗ. അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് എത്ര വരുന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. 17 കോളവും 17 റോ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് അവിടെ വരുന്നുണ്ടാവുക. നോക്കുക, ഇഫ് ദ സ്ക്വയർ ഓഫ് 80 ഈസ് 6400, 80ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6400 ആണ്. അങ്ങനെയാണെങ്കിൽ 81ൻ്റെ സ്ക്വയർ ഇവിടെ കൊടുത്തതിൽ ഏതായിരിക്കും? എ ആയിരിക്കുമോ, ബി ആയിരിക്കുമോ, സി ആയിരിക്കുമോ, ഡി ആയിരിക്കുമോ? നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അടുത്ത സംഖ്യയുടെ സ്ക്വയർ കിട്ടാൻ പിന്നിലേത്തെ സംഖ്യയുടെ സ്ക്വയറും വീണ്ടും അതേ സംഖ്യയും ആ സംഖ്യയോട് ഒന്ന് കൂട്ടിയതും കൂടി കൂട്ടണം. അതായത് ഉത്തരം വരിക ഇതായിരിക്കും. അതായത് 80ൻ്റെ സ്ക്വയർ 6400 ആണ്. 6400 പ്ലസ് അതിൻ്റെ ഒപ്പം 80 കൂട്ടണം, പ്ലസ് അടുത്ത സംഖ്യ 81 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, 80ൻ്റെ സ്ക്വയർ 6400 ആണ്, പ്ലസ് അതിൻ്റെ ഒപ്പം ഏത് സംഖ്യേൻ്റെ സ്ക്വയർ ആണോ അത് കൂട്ടണം, അതിൻ്റെ ഒപ്പം 1 കൂട്ടണം, വീണ്ടും കൂട്ടണം, 81. അപ്പോൾ 6400 പ്ലസ് 80 പ്ലസ് 81 ചെയ്തതായിരിക്കും 81ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അതേ ആൻസർ കിട്ടും എന്തായാലും. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ കോമൺ സൈഡ് ഓഫ് ദ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. കോമൺ സൈഡ് ആരാ? ദ ബി സി, അതല്ലേ കോമൺ സൈഡ്. അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് 13 പറഞ്ഞിട്ടുണ്ട്, ഇത് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. ബേസ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെ ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ കണ്ടുപിടിച്ചോളുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി. ബി ഡി എന്ന് പറഞ്ഞത് ഈ സാധനമാണ്. ബി ഡി ഇതിനെ കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നോക്കിയേ, ഡി സി ബി എന്ന് പറയുന്ന, നോക്ക്, ഡി സി ബി എന്ന് പറയുന്ന ഈ എന്താ പറയുക ട്രയാങ്കിളിലെ ഇതിൽ ബി ഡി സി ഇത് 16 ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 16 തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ബേസ്, ഇതതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടിനസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. 16 സ്ക്വയർ പ്ലസ് ഇവിടെ കിട്ടുന്ന നേരത്തെ ചെയ്തപ്പോൾ എയുടെ ആൻസർ ഇല്ലേ, ഇവിടെ കിട്ടുന്നതിൻ്റെ സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ
ഈ ലെങ്ത്ത് BD എന്ന് പറയുന്ന ലെങ്ത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അത്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ABC എന്ന് പറയുന്ന ABCDയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എല്ലാ വശങ്ങളും കൂടി കൂട്ടിയാൽ മതി. 13 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. ഈ വശം BD എന്ന് പറയുന്ന വശം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പിന്നെ 16 കൂടി കൂട്ടിയാൽ അതിൻ്റെ പെരിമീറ്റർ കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഹാപ്പി ഡ്രിങ്ക്സ് എന്താ പറയുന്നത്? നമ്മളൊരിക്കലും ഹാപ്പി ഡ്രിങ്ക്സ് ഡേയുടെ ഭാഗമായിട്ടൊക്കെ ബത്തക്ക വെള്ളമൊക്കെ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ട്? ഐസൊക്കെ ഇട്ടിട്ട് റഷ ഫാത്തിമയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലം സെറ്റ് പരിപാടിയായിരുന്നു. നോക്കാം, ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലെമൺ പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ 50 ഹണി 20 ടെൻഡർ കോക്കനട്ട് 5 ക്യാരറ്റ് 25 ചോദ്യം നോക്കാം. വാട്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ ചിൽഡ്രൻ പ്രിപ്പയർഡ് ക്യാരറ്റ് മിൽക്ക് ടോട്ടൽ ഉള്ളതിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ആണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത്, നമുക്കറിയാം. അപ്പോൾ 100 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കിത് നമ്പറായിട്ട് എടുക്കാം. കാരണം ചിൽഡ്രൻ പ്രിപ്പയർഡ് നാച്ചുറൽ ഡ്രിങ്ക്സ് ആസ് എ പാർട്ട് ഓഫ് ഹാപ്പി ചിൽഡ്രൻസ് പ്രോഗ്രാംസ്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ പ്രിപ്പയർഡ് ഈച്ച് ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ഈസ് ഗിവൺ ബിലോ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് നമ്പറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. 11 ഉണ്ടാക്കിയത് 50 കുട്ടികളാണ്. പിന്നെ ഹണി 20, ടെൻഡർ കോക്കനട്ട് വെച്ച് 5, ക്യാരറ്റ് വെച്ച് 25. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ ചിൽഡ്രൻ പ്രിപ്പയർഡ് ക്യാരറ്റ് മിൽക്ക് ഉണ്ടാക്കിയ കുട്ടികൾ എത്ര പാർട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, വാട്ട് പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 25 നോക്കുക. 25 കുട്ടികളാണ് ഉണ്ടാക്കിയത്. 25 കുട്ടികൾ, ആകെ എത്ര കുട്ടികളല്ലേ? 100 കുട്ടികളുള്ള, അതിൽ 25 കുട്ടികളല്ലേ? അപ്പോൾ 25/100 എന്ന് പറയുന്നത് എത്ര പാർട്ടാണ്? 100-25 എത്ര ടൈംസ് പോവും? 1/4 ടൈംസ്. അപ്പോൾ 1/4 പാർട്ടല്ലേ? 1/4 പാർട്ടല്ലേ എന്താ പറയുക കുട്ടികൾ ഉണ്ടാക്കിയത്? എൻ്റെ മനസ്സിൽ ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആൻസർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം, കാരണം ഇതിൻ്റെ ആൻസർക്ക് നമ്മൾ കാണുന്നില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ 100ൻ്റെ വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പോൾ 100 × 1/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25 കിട്ടും. 100 4 ഹരിച്ചു കഴിഞ്ഞാൽ 25 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഡ്രോ ബി ക്വസ്റ്റ്യൻ. ഡ്രോ എ പൈ ഡയഗ്രാം യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽസ്. പൈ ഡയഗ്രാം വരക്കാൻ അറിയാലോ. 360 ഭാഗിച്ചാൽ മതി, ഓരോന്നും എടുത്ത് ഭാഗിച്ചാൽ മതി. ആകെയുള്ളത് ഇപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് 100 എന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം ലെമൺ നോക്കാം. 50 × 360 ചെയ്ത് എത്ര കിട്ടുക? അപ്പോൾ 0 ക്യാൻസലായി, അടുത്ത 0 ക്യാൻസലായി. 36 × 5 എടുക്കുക. അത് എത്ര ആംഗിളാണ് വരുന്നത് നോക്കുക. 5 6 30 0 ഇടുക, ബാക്കി 3 ബാക്കി 5 3 15 3 18 180 ഡിഗ്രി 180 ഡിഗ്രി കിട്ടി. പിന്നെ അടുത്ത് 20 നോക്കുക. 20/100 × 360. 0 ക്യാൻസലായി, 0 ക്യാൻസൽ. 36 × 2 ചെയ്ത് എത്ര കിട്ടുക? ഇത് എക്സ്ട്രാ 0 വരുന്നില്ലല്ലോ, ഇല്ല. ഓക്കെ, 6 2 12 2 1 ബാക്കി 3 2 6 1 72 ഡിഗ്രി. അങ്ങനെ ഓരോന്നിനെയും കണ്ടുപിടിക്കണം. എന്നിട്ടോ നമ്മൾ ടോട്ടൽ പൈ ഡയഗ്രാം വരക്കണം. നമ്മൾ ക്ലാസ്സിൽ വരച്ചു വേണം പൈ ഡയഗ്രാം വരക്കാൻ ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈ റിലേഷൻ പല ക്വസ്റ്റ്യൻസിലും പല തരത്തിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഓണപരീക്ഷയ്ക്കോ ക്രിസ്മസ് പരീക്ഷയ്ക്കോ എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അത് പല ടൈപ്പിലും ചോദിക്കാം. ഇവിടെ 3 + 6 + 12 21, 4 + 8 + 16 28, 5 + 10 + 24 35. അപ്പോൾ 3 4 5, അപ്പോൾ ഇവിടെ 6 ആയിരിക്കും. 6 8 10, അപ്പോൾ ഇവിടെ 12 ആയിരിക്കും. 12 16 20 എത്ര വെച്ചിട്ടാണ് കൂട്ടുക? 4 വെച്ചിട്ടല്ലേ കൂട്ടുന്നത്? 16 4, അപ്പോൾ ഇവിടെ 24 ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതി ആൻസർ കണ്ടുപിടിക്കാം. റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. if 2 and 4 are ബി ക്വസ്റ്റ്യൻ നോക്കാം. if 2 times and 4 times of a number is added to the number, then how many times the number will be the answer? കിളി പോയ പോലെ ഇരിക്കരുത്, വായിച്ച് നോക്കണം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ 2 times 2x, 4 times 4x, പിന്നെന്താ പറഞ്ഞാൽ ഈസ് ആഡഡ് ടു ദ നമ്പർ. ആ നമ്പറിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ if 2 times and 4 times of a number is added to the number, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഒപ്പം ആരെ കൂട്ടണം? എക്സ് പ്ലസ് 2x പ്ലസ് 4x. അത്ര വരിക 2x 4x കൂടി കൂട്ടിയ 6x പ്ലസ് x 7x. ഹൗ മെനി ടൈംസ് ദ നമ്പർ വിൽ ബി ദ ആൻസർ? 7 times ആയിരിക്കും, കാരണം 7x അല്ലേ, അപ്പോൾ 7 times ആയിരിക്കും അല്ലേ. if എന്നാണ് ഇത്. if n ഈസ് ദ നമ്പർ, റൈറ്റ് ദ റിലേഷൻ ഇൻ ഓൾജിബ്രിക് ഫോമിൽ എഴുതാൻ. അപ്പോൾ ഞാനിവിടെ എക്സ് ആണ് എടുത്തത്, നിങ്ങൾ n എടുത്തിട്ട് അതിൻ്റെ ഓൾജിബ്രിക് ഫോമിൽ ആൻസർ മാറ്റി എഴുതണം. ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്.
എല്ലാ പാഠവും വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിക്കണം. നമ്മുടെ ഡ്രോയിങ് ട്രയാങ്കിൾസിൻ്റെ അതേപോലെ തന്നെ സ്ക്വയേഴ്സ് ആൻഡ് ട്രയാങ്കിൾസുമായിട്ട് ബന്ധപ്പെട്ട പാഠം അതിൽ ഞാൻ അവസാന ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന 25 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന ഒരു സ്ക്വയർ എങ്ങനെ വരക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ നമ്പർ വെച്ചിട്ടാണ് കിട്ടുക നോക്കിയാൽ മതി. ഇപ്പോൾ 25 നമുക്കറിയാം 5 × 5 ആണ്. അപ്പോൾ ഒരു സൈഡ് 5 എടുത്തിട്ട് സ്ക്വയർ വരച്ചാൽ മതി. 34 ആണെങ്കിലോ 34 ആണെങ്കിൽ നേരിട്ട് നമുക്ക് വരക്കാൻ പറ്റത്തില്ല. ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഒന്നും കൂടി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് സ്ക്വയേഴ്സ് ഇപ്പോൾ 25 9 കൂടി കൂട്ടിയാൽ എത്രയാണ് 34. അപ്പോൾ 34 25 9 അല്ലേ 25 + 9 അല്ലേ വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റൂട്ട് എടുക്കുക. 25ൻ്റെ 5 ആണ്, 9ൻ്റെത് 3 ആണ്. എന്നിട്ട് ആദ്യം 5 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് അളന്നെടുക്കുക. 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഇവർ തമ്മിൽ ഇങ്ങനെ ഡയഗണൽ വരക്കുക. അപ്പോൾ ഇത് 3 ആയിട്ട് മാറി, ഇത് 5 ആയിട്ട് മാറി. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് വരക്കുന്ന സ്ക്വയർ ആയിരിക്കും എന്ത് 34 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന ഏരിയയുള്ള സ്ക്വയർ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അത് പഠിച്ചിരിക്കണം. കാരണം ആ ഭാഗത്ത് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പ്രഡിക്ഷൻ ഒന്നുമില്ല, സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നുകിൽ ഡയറക്റ്റ് നമ്പേഴ്സ് ഇപ്പോൾ 25 അല്ലെങ്കിൽ 36 ആണെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ 36 ആണെങ്കിൽ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തും 6 സെൻറ്റിമീറ്റർ വിടുത്തും എടുത്താൽ മതി. എന്നിട്ട് ഒരു സ്ക്വയർ വരച്ചാൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 36 ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സംഖ്യകൾ വരുമ്പോൾ 34 അല്ലെങ്കിൽ അതുപോലുള്ള സംഖ്യകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ അളവെടുത്തിട്ട് വരക്കേണ്ടതായിട്ട് വരും. വേറെ ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ സ്ക്വയേഴ്സ് ആൻഡ് ട്രയാങ്കിൾസിൽ മുന്നിലത്തെ ഭാഗത്ത് ചിത്രം മടക്കിയിട്ട്, അതായത് നമ്മൾ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിനെ മുറിച്ചു മാറ്റുന്ന രീതി ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വശങ്ങളുള്ള ഒരു സ്ക്വയർ, ആ സ്ക്വയറിൽ എല്ലാ വശങ്ങളും 6 സെൻറ്റിമീറ്ററാണ്. അതിൽ ഞാൻ ഓരോ ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ ഞാനിവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇടുകയാണ്. ഓരോന്നും വേണ്ട 2 സെൻറ്റിമീറ്റർ ഞാനിവിടെ ഗ്യാപ്പ് ഇട്ടു. എന്നിട്ട് ഈ ഡയഗണൽ ഇങ്ങനെ കൂട്ടി വരയ്ക്കുകയാണ്. ഇതിനെ ഈ ഓരോ ഭാഗത്തേയും ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, തുറന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമുണ്ട്, തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് വേറൊരു ചെറിയ സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഒരു വശം എന്തായിരിക്കും ചിലപ്പം ചോദ്യം ചോദിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഇത്രയാണ്. അപ്പോൾ 6 അല്ലേ ഇവിടെയുള്ളത്, ടോട്ടൽ ഒരു സൈഡ് 6 അല്ലേ, 6 മൈനസ് എത്ര സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ചേ, 2 സെൻറ്റിമീറ്ററാണ് കുറച്ചത്. 2 × 2 അതിന് നേരെ ഇരട്ടി എടുക്കുക. അപ്പോൾ 6 മൈനസ് 2 2 4 ആണ്. 6 മൈനസ് 4 എത്രയാണ് 2. അപ്പം അങ്ങനെ വരുന്ന ഉള്ളിൽ വരുന്ന ചെറിയ സ്ക്വയറിൻ്റെ ഒരു വശം എത്രയായിരിക്കും, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ വേറെ ഒരു കണക്കും കൂടി പറയാം. ഇപ്പോൾ 8 വരുന്നേ വെച്ചോളാം. എല്ലാ വശവും 8 വീണ്ടും നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുത്ത് മടക്കുകയാണെന്ന് വയ്ക്കുക. എല്ലാ വശത്തു നിന്ന് 2 സെൻറ്റിമീറ്റർ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ വരക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇത് മടക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ക്വയറിൻ്റെ സൈഡ് എത്രയായിരിക്കും എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സെയിം മെത്തേഡാണ്. 8 സെൻറ്റിമീറ്ററിലെ ഒരു സൈഡ് 8 മൈനസ് ബ്രാക്കറ്റ് എത്രയാണ് കുറച്ചത്, 2 സെൻറ്റിമീറ്റർ അല്ലേ ഓരോ ഭാഗത്തും കുറച്ചത്, 2 × 2 8 മൈനസ് 2 2 4 8 4 കുറച്ചാൽ 4. ഓക്കെ, അപ്പോൾ ഒരു വശം 4 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതേ ചോദ്യം തന്നെ നേരെ തിരിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക നോക്കുക. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര ഡിസ്റ്റൻസ് നമ്മൾ ഗ്യാപ്പ് എടുക്കണമെന്ന് ചോദിക്കാം. ഇവിടെയുള്ള 6 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ കൊണ്ടുവരാൻ നമ്മൾ എത്ര ഗ്യാപ്പ് എടുക്കണം? നേരത്തെ ചോദ്യം തലതിരിച്ച് ചോദിച്ചതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഈ 6 മൈനസ് എത്രയാണ് വന്നത്, 2 അല്ലേ വന്നത്, 6 മൈനസ് 2 എത്രയാണ് 4 ആണ്. അതിൻ്റെ നേരെ പകുതി എടുക്കുക. 4/2 2. ഇതാ ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കിക്കോ,
8 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറിൻ്റെ നടുവിൽ 4 സെൻറ്റിമീറ്റർ വശമുള്ള മറ്റൊരു സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര ഡിസ്റ്റൻസ് എടുക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. 8 മൈനസ് എത്ര സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ടാക്കണ്ടേ? 4 സെൻറ്റിമീറ്ററിൻ്റെ -4 എന്ന് വെച്ചാൽ 8 - 4 വെച്ചാൽ 4 ആണ്. അതിന് നേരെ 2 കൊണ്ട് ഹരിക്കുക. 4/2 എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കണം. ഇതാ ഇവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ ആണല്ലോ ഇവിടുത്തെ. അപ്പോൾ ഈ ചോദ്യം കൂടി നമ്മൾ ജസ്റ്റ് കണ്ടുവെക്കുക. ഉണ്ടെങ്കിൽ ഡൗട്ട് വരുവാണെങ്കിൽ നാളെ നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എല്ലാ പോർഷൻസും നല്ല രീതിയിൽ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.